ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഖലീഫയുടെ ട്രെയിലറാണ്. സോ ഖലീഫ സിനിമ ഒരു ശരിക്കുള്ള ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ട് ആണ് ചെയ്തിരിക്കുന്നതാണ് പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടതെന്ന്. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. സോ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടുനോക്കാം. കൊഫെ പോസാറ്റ്, ഓക്കെ, മരുഭൂമി. അപ്പോഴേക്കും നമ്മുടെ നാട്ടിലെത്തി. ജിനു അബ്രഹാം ഇന്നോവേഷൻ. ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. അതെ, രഹസ്യം. ഓ, പൃഥ്വിരാജ് സീൻ ലുക്കാണ്, അടിപൊളിയുണ്ട്. ഷമ്മി തിലകൻ ചീഫ് മിനിസ്റ്ററായിട്ടാണ് തോന്നുന്നു. ഇതാരാ? കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. പുള്ളിയാണെന്നൊന്നുമില്ല. ഓക്കെ, ഇത് മറ്റേ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്ത സംഭവം. പൊട്ടിക്കാൻ പോവാണെന്ത്? ഓ, വേറെ ടീമായിട്ട് സ്മഗ്ലിങ് പൊട്ടിക്കുന്നു. കിസോൺ. ഓ, സീൻ. രഞ്ജിത്ത് പണിക്കറാണ് ഡാഡി കൂൾ. ഫിലിം വെച്ചോ ചാമൻ ചാക്കോ. മ്യൂസിക് ജെക്സ് ചോയ്. Written by Ginu Viabra. Produced by Ginu Viabra. Boom. Khalifa Part 1, a white shark film. Oh, Mohanlal in August 20. In cinemas August 20 ലാസ്റ്റ്. നമ്മുടെ ഖുറേഷി അബ്രഹാം നമ്മുടെ ലൂസിഫറിൽ ലാസ്റ്റ് കാണിച്ച പോലത്തെ ഒരു മോതിരം പിന്നെ ഒരു സിഗും വെച്ചിട്ടുള്ളൊരു ഷോട്ടാണ്. ഫേസ് കാണിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും അത് ലാലേട്ടൻ തന്നെയാണ്. സോ പുള്ളിയുടെ പാർട്ട് 1 വിജയിക്കുവാണെങ്കിൽ പാർട്ട് 2 മോഹൻലാലിൻ്റെ കഥയായിട്ട് വരുന്നതായിരിക്കും. സോ പൃഥ്വിരാജിൻ്റെ ഉപ്പൂപ്പിയാണെന്ന് തോന്നുന്നു, അപ്പൂപ്പനാണെന്ന് തോന്നുന്നു മോഹൻലാലായിട്ട് വരുന്നത്. രഞ്ജിത്ത് പണിക്കറാണ് പൃഥ്വിരാജിൻ്റെ അച്ഛൻ നിന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നീ എങ്ങനെ ആവാൻ പാടില്ല എന്ന് വിചാരിച്ചോ, നീ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, നിൻ്റെ അപ്പൂപ്പൻ്റെ സെറ്റപ്പ് ആയിരിക്കണം. സോ സംഭവം എന്തായാലും കിടിലൻ ഫൈറ്റ് മാസ് കൊമേർഷ്യൽ എൻ്റർടൈനർ ആണ്. എന്തായാലും കാത്തിരുന്ന് കാണാണ്ടിരിക്കുന്നു. സംഭവം കറക്റ്റ് ഒരു സ്റ്റോറി ലൈൻ പക്കയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പടം കത്തുന്നതായിരിക്കും. സോ വേറെ സ്മഗ്ലിംഗ് ടീമുണ്ട്. അപ്പോൾ അവർ ഇവരുടെ സ്മഗ്ലിംഗ് തടഞ്ഞ് അത് മറയ്ക്കും തിരിക്കുകയൊക്കെ ചെയ്യുന്ന എന്തൊക്കെയോ പരിപാടികളാണ്. സോ അതുകൊണ്ട് ഇവർക്ക് പ്രശ്നം വരുന്നു. അങ്ങനെയാണ് പൃഥ്വിരാജ് സ്മഗ്ലിങ്ങിലേക്ക് ഇറങ്ങുന്നതും ബാക്കി സംഭവങ്ങളെന്ന് തോന്നുന്നു. സോ ഇതൊക്കെ വെറും ഗസ്സുകൾ മാത്രമാണ്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം 20-ാം തീയതിക്ക് വേണ്ടി. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്